എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ബാക്ക് യാർഡ് തന്നെ സ്ഥിരം കാണുന്ന മരങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നല്ല മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്, ഇങ്ങനെ നമ്മൾക്ക് കാർമേഘമൊക്കെ മൂടി നിൽക്കുകയല്ലേ. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് നമ്മുടെ ഈ ചെടികളൊക്കെ നനയ്ക്കുക എന്നുള്ളത്. വൈകുന്നേരം ആവും എന്തായാലും മഴ പെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം നനയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിക്കിയും ഇടയ്ക്ക് കൂടുകയാണ് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ആദ്യം നമ്മൾക്ക് ഇച്ചിരി കുൽഫി ഉണ്ടാക്കാമെന്ന്. മലായി കുൽഫി ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മഴയത്ത് ഇരുന്ന് കഴിക്കാമല്ലോ. എല്ലാവരും മഴയത്ത് ചൂടുള്ള സാധനമായിരിക്കും കഴിക്കുക, പക്ഷെ നമ്മൾക്ക് എന്തായാലും കുൽഫി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ നമ്മൾ വെള്ളമില്ലാത്ത പാൽ, അതായത് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് പാലിലോട്ട് പാൽപ്പൊടി ഇട്ടിട്ട് കലക്കിയിട്ടുണ്ട്. പാൽപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ആ മലായിയുടെ ആ ഒരു ടേസ്റ്റ് വരും. ഇല്ല നിങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ പാലിൽ കലക്കിയിട്ട് ചേർക്കുക. അല്ലെങ്കിൽ നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം. ഒരു സ്പൂൺ എങ്ങാണ്ട് ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്. പിന്നെ ഇപ്പം 1/2 ലിറ്റർ പാലാണെങ്കിൽ ഒരു 1/4 കപ്പോളം ഇത് മതി, പഞ്ചസാര മതി. പിന്നെ മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റി ഇപ്പം 1 ഗ്ലാസ് പാലിനെ 1/4 ഗ്ലാസ്സാക്കി മാറ്റണം. അത്രയും അങ്ങനെയാണ് വറ്റിക്കേണ്ടത്. അതാണ് കുൽഫിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള പാകം. അപ്പോൾ നമ്മൾക്കിത് ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്കിതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കട്ടിയായിക്കോളും. അപ്പോൾ ഇതിനകത്താണ് ഒഴിച്ചു വയ്ക്കാൻ പോണത് ഞാൻ. കാരണം ഇത് നമ്മൾ നേരത്തെ കുൽഫി വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഈ മട്ക ആണ് നമ്മുടെ ചട്ടി. അപ്പോൾ കുഞ്ഞു ചട്ടിയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്തായാലും ഇത് കുൽഫി ഉണ്ടാക്കാനുള്ള മോൾഡില്ല, അപ്പോൾ ഇതിൽ തന്നെ ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏലക്കയോ എല്ലാ സംഭവങ്ങളും ചേർക്കാം. എനിക്കിപ്പോൾ അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. ഇടയിൽ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾക്കിത് ഫ്രീസറിൽ വെക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പാവ് ഭാജിയാണ്. പാവ് ഭാജി എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ബണ്ണും അതുപോലെ അതിൻ്റെ കൂടെ ഒരു കറിയും, അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒത്തിരി നാളായപ്പോൾ അത് കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും അതുപോലെ കുറച്ച് ജീരകവും കൂടി ഇട്ടിടണം. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വരണം. അതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് സവോള ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒരു പിടി സവോള അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. അത് ചേർത്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുക. പച്ചമുളക് ചേർത്തിട്ട് പിന്നെ ഒന്ന് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. അത് ചേർത്തിട്ട് ഇനി അത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ചേർക്കണം. അപ്പം പച്ച ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇപ്പം റെഡ് പെപ്പർ ആണ് ഇവിടെ എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചേർത്തിരിക്കുകയാണ്. അപ്പം ഉള്ളി എടുത്തതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം. തക്കാളിയും ചേർത്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർക്കാം. മറ്റേ
വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കില്ലേ, ആ ഒരു ഗ്രീൻ പീസ് ആണെങ്കിലും ഇതിന് നല്ലതായിരിക്കും, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ആണുള്ളത്. അപ്പോൾ ഞാനിത് വേവിച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി ഇതും 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അടുത്ത നമ്മൾക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ മല്ലിപ്പൊടി ചേർക്കണം, അതിനുശേഷം മുളക് പൊടി ചേർക്കുക, പിന്നെ ഗരം മസാല ചേർക്കണം, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്താലേ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്തത് ആംചൂർ പൗഡറാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും പൊടികൾ എന്തായാലും ചേർക്കണം. അപ്പോഴാണ് ശരിക്കും ആ കടയിൽ നിന്ന് കിട്ടുന്ന പാവ് ഭാജിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം. അപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ ഒരു സംഭവം, ഇന്ദുപ്പ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇതിലോട്ട് ചേർക്കാം. ഉടച്ചിട്ട് തന്നെ ചേർക്കുക. ഇനിയിപ്പോൾ ഉടഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മളിത് നന്നായിട്ട് ഉടയ്ക്കും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം പാവ് ഭാജിയുടെ ആ ഒരു മെയിനായിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് ചതച്ച് ഉടച്ച് ഇരിക്കും. അങ്ങനെ ഒരുപാടങ്ങ് ഇതായിട്ട് കാണില്ല, എല്ലാം ഒന്ന് നല്ലതായിട്ട് കുഴഞ്ഞിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നന്നായി കുഴച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക കേട്ടോ. നമുക്ക് കൺസിസ്റ്റൻസി എത്ര വേണോ അത്രയും രീതിയിൽ വെള്ളം ചേർത്തിട്ട് പിന്നെ അവസാനം മല്ലിയില ചേർക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം ഇച്ചിരി ഗരം മസാലയും ചാറ്റ് മസാലയും കൂടിയിട്ടാണ് അവസാനമായിട്ട് ചേർത്തത്. അത്രയേ ഉള്ളൂ, നമ്മുടെ പാവ് ഭാജിയിലെ ഭാജി റെഡിയായി, കറി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബണ്ണുണ്ടാക്കി എടുക്കണം. അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു പാവ് ഭാജിയിലെ ആ ഒരു ഇതുണ്ടല്ലോ ബൺ, അത് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹോട്ട് ഡോഗിൻ്റെ ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബട്ടർ നമ്മൾ തവയിൽ ഇട്ടതിന് ശേഷം ഈ ഒരു ഹോട്ട് ഡോഗിൻ്റെ ബണ്ണിനെ നമ്മൾ രണ്ടാക്കി മുറിച്ച് അതിൻ്റെ ആ സെൻറ്റർ ഓൾറെഡി അവർ കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മുറിച്ച് 4 ആക്കിയിരിക്കുകയാണ്. അപ്പം ഒരു ബണ്ണിന് 4 ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ബട്ടറിലിട്ട് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കുക. 2 സൈഡും മൊരിച്ചെടുക്കണം. ഒരുപാട് അങ്ങനെയല്ല, എന്നാലും ഒരു ഇച്ചിരി ഫ്രൈ ആക്കി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ പച്ചയ്ക്ക് ഈ ഒരു ബണ്ണ് കഴിക്കുന്നതിനേക്കാളും ബട്ടറിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കുക. പിന്നെ ഇപ്പം ബട്ടറിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയോ അങ്ങനെയൊക്കെ ചേർക്കാം. ഈ സ്ട്രീറ്റ് സൈഡിലൊക്കെ കിട്ടുമ്പം ഇച്ചിരി മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർക്കാറുണ്ട് മസാലയൊക്കെ. അപ്പോൾ ഇത് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവ് ഭാജിയുടെ ഈ ഒരു കറിയും റെഡിയായി. ഇപ്പം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ. ആ ഒറിജിനൽ പാവാണ് കിട്ടുന്നതെങ്കിൽ, ഒറിജിനൽ ബണ്ണാണ് കിട്ടുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി ഏറ്റവും അവസാനം നമ്മൾ ഇതിലോട്ട് ഇത്തിരി ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ഉള്ളി എന്ന് പറയുമ്പോൾ സവാള അരിഞ്ഞത് ചേർക്കുക. പിന്നെ അത്രയേ ഉള്ളൂ. അതിനുശേഷം നാരങ്ങ നീര്, പിന്നെ എക്സ്ട്രാ ബട്ടറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഈ ഒരു കറിയിലും ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, ബട്ടർ കൂടുതൽ കഴിക്കണവരാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഇതിൽ പിഴിഞ്ഞ്, അപ്പം ഉള്ളിയും ആ നാരങ്ങയും അതുപോലെ ഈ ബണ്ണും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഈ ഒരു പാവിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ എന്തോ ഈ ഒരു കോമ്പിനേഷൻ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അടുത്ത റെസിപ്പി കണ്ണിമാങ്ങ അച്ചാറാണ്. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ ഇന്ന് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇത് അതിന് മുൻപുള്ള എടുത്തു വെച്ച സംഭവമാണ്. അപ്പോൾ അതും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തനിയായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ണിമാങ്ങ എന്ന് പറയുമ്പം ഈ ഒരു സൈസിലുള്ള കണ്ണിമാങ്ങയാണ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ എന്ന് പറയാം, അല്ലെങ്കിൽ പറയാനും പറ്റില്ലാത്തൊരവസ്ഥയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലുതാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ ചെറുത് തന്നെയാണ്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അച്ചാർ ഇടാമെന്ന്. അപ്പം അത് നേരത്തെയാണ്, ഇതൊരു 2 ആഴ്ചയ്ക്ക് മുൻപുള്ളതാണ് ഇപ്പം ഇട്ട് വെച്ചത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വെള്ളമൊന്നും പാടില്ല, വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നന്നായി തുടച്ചെടുക്കണം. തുടച്ചതിന് ശേഷം കല്ലുപ്പ് ചേർത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് അടച്ച് വയ്ക്കുക ഉപ്പിട്ടിട്ട്. ഇപ്പോൾ ഇത് കണ്ടു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ശരിക്കും ഇത് ഒരുവിധം നന്നായിട്ടങ്ങ്
ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും, ഉപ്പിൽ കിടക്കുമല്ലേ. അപ്പോൾ ഉപ്പ് തനിയെ വെള്ളം ആയിക്കോളും. ഈ മാങ്ങ ഇവിടെ പകുതിയായിട്ട് നിൽക്കുന്നത് ഞാൻ കഴിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൊതി വന്നിട്ടപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാൻ തന്നെ. പിന്നെ എന്താ പറയുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ആ വെള്ളത്തിൽ തന്നെ ഉണ്ട്. അപ്പം വെള്ളം മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിനി മസാലകളൊക്കെ ഇടേണ്ടത്. വെള്ളം കളയില്ല, കാരണം അത് ഉപ്പ് വെള്ളമാണല്ലോ. അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് പൊടിച്ചെടുക്കണം. ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതിനുശേഷം ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾക്ക് മുളക് പൊടി ഇടാം ആവശ്യത്തിന്. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കാശ്മീരി പൊടിയും അതുപോലെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് രണ്ടും കൂടി ഇട്ടാൽ മതി. അപ്പം കളറും കിട്ടും, നല്ല അത്ര എരിവുണ്ടാവില്ല. അപ്പം മുളക് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ഇനി നമ്മൾക്കിതിലോട്ട് കായത്തിൻ്റെ പൊടി വേണം. കായ ഇട്ടതിന് ശേഷം നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുക. ഈ ഒരു 3 സംഭവങ്ങൾ ശരിക്കും മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് വേറൊന്നും ചേർക്കില്ല. ഏലക്കയല്ലല്ലോ, ഇത് എന്തുവായിരുന്നു, ഉലുവയൊന്നും നമ്മൾ ചേർക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്കായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ മാങ്ങയൊക്കെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അവസാനമായിട്ട് ഇതിലോട്ട് നല്ലെണ്ണ ചേർക്കണം. നല്ലെണ്ണ നമ്മളൊന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ ചൂടാക്കി തണുപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ചൂടാക്കാതെ തന്നെയാണ് അങ്ങ് നേരിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പം നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ച് കഴിയുമ്പം അധികം കേട് വരില്ല. അപ്പോൾ ഇതിപ്പം എൻ്റെ കയ്യിൽ വേറെ കുപ്പിയൊന്നും ഇല്ല, എല്ലാത്തിലും അച്ചാറാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു പാത്രത്തിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്തായാലും. അപ്പോൾ നമുക്ക് ഉച്ചയൂണിന് എടുക്കാം. നമ്മുടെ മൾബറിയൊക്കെ കണ്ടോ, നന്നായിട്ട് പഴുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇളം ചുവപ്പായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ചുവപ്പായിട്ട് വരും. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പഴുക്കാനും തുടങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി ഉച്ചയൂണിൻ്റെ ഇത് നോക്കാം. ഉച്ചയൂണിനിപ്പോൾ ഞാൻ പുളിശ്ശേരി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്യാബേജിൻ്റെ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. എപ്പോഴും എല്ലാവരും തോരനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പം മെഴുക്കുവരട്ടി ആവാമെന്ന് വിചാരിച്ചിട്ട് കടുക്, കറിവേപ്പില, സവാള, അതുപോലെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ചതച്ച മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ക്യാബേജ് ഇട്ടതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ എണ്ണയിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ക്യാബേജ് ഇട്ടാൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരി ഇതിപ്പം നേരത്തെ തന്നെ ഉള്ള പുളിശ്ശേരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, അപ്പം പെട്ടെന്ന് കട്ടിയാവുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു തൈര് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടി തൈരാണ്. ഇച്ചിരി നേരം വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടിയായി പോവും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒന്ന് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോഴത്തേക്കും ഇച്ചിരി ലൂസായിക്കോളും. അപ്പോൾ അങ്ങനെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി നേരത്തെ തന്നെ റെഡി ആയിട്ടുള്ളതാണ്. പിന്നെ ബാക്കി പ്രത്യേകിച്ച് റെസിപ്പീസ് ഒന്നും കാണിക്കണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. അപ്പോൾ മാങ്ങയാണ് മെയിൻ, നമ്മുടെ കടുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ ക്യാബേജും അതുപോലെ ഇതേ തൈരും നമ്മുടെ രാവിലത്തെ ആ ഒരു മസാല ഉണ്ടല്ലോ അതും ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ല. നമ്മൾ ആ പാവിൻ്റെ കൂടെ തന്നെ കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇനി അപ്പോഴത്തേക്കും നമ്മുടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മുടെ കുൽഫി എത്രയുണ്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പം കറക്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുൽഫിയൊക്കെ കഴിക്കാൻ നല്ലൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. മഴ ആസ്വദിക്കുമ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ, അതങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. എന്നാലും തണുപ്പത്ത് കുൽഫിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമല്ലേ, നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുൽഫിയിൽ മസാല എന്ന് പറയുമ്പം ആ ഒരു ഫ്ലേവറൊക്കെ ചേർക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർക്കാൻ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ നല്ല മഴയാണ്, ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് നല്ല മഴ തന്നെയാണ്, മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി തണുപ്പ് കൂടുതലാണ്. അപ്പം അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.